നമസ്കാരം, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. 2024 മിലിറ്ററി നഴ്സിംഗ് സർവീസിന്റെ ആപ്ലിക്കേഷൻ എങ്ങനെ നൽകാം എന്നതിനെക്കുറിച്ചാണ് ഈ വീഡിയോ. മിലിറ്ററി നഴ്സിംഗ് സർവീസിന്റെ ആപ്ലിക്കേഷൻ നൽകുന്നതിനുള്ള എലിജിബിലിറ്റി +2 ഫസ്റ്റ് അറ്റംപ്റ്റിൽ തന്നെ പാസ്സായിരിക്കണം. അതിൽ ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി, ഇംഗ്ലീഷ് എന്നീ 4 സബ്ജക്റ്റുകൾക്കും കൂടി 50% മാർക്ക് ഉണ്ടായിരിക്കുകയും വേണം. അപേക്ഷിക്കുവാനുള്ള പ്രായപരിധി 17 വയസ്സ് മുതൽ 25 വയസ്സ് വരെയാണ്. 1/10/1999 30/9/2007 ഇടയിൽ ജനിച്ചവർ ആയിരിക്കണം. മിലിറ്ററി നഴ്സിംഗ് സർവീസിലേക്ക് പെൺകുട്ടികൾക്ക് മാത്രമാണ് അപേക്ഷിക്കാവുന്നത്. 2024 നീറ്റ് ക്വാളിഫൈഡ് ആയിരിക്കണം. ആപ്ലിക്കേഷൻ ഫീസ് ജനറൽ, EWS, OBC കാറ്റഗറിക്ക് 200 രൂപയാണ്. SC/ST കാറ്റഗറി ഫീസ് നൽകേണ്ട. അൺമാരീഡ്, വിഡോ, ഡിവോഴ്സ്ഡ്, ലീഗലി സെപ്പറേറ്റഡ് ആയിട്ടുള്ളവർക്ക് അപ്ലൈ ചെയ്യാം. www.joinindianarmy.co.in എന്ന വെബ്സൈറ്റിലൂടെയാണ് അപ്ലൈ ചെയ്യേണ്ടത്. 2024 നീറ്റ് എക്സാം ക്വാളിഫൈഡ് ആയിട്ടുള്ള പെൺകുട്ടികൾക്ക് മാത്രം അപ്ലൈ ചെയ്യാം. അപ്ലൈ ചെയ്യുന്ന കുട്ടികളുടെ നീറ്റ് സ്കോറിന്റെ അടിസ്ഥാനത്തിൽ ഷോർട്ട് ലിസ്റ്റ് തയ്യാറാക്കി ആ ഷോർട്ട് ലിസ്റ്റിൽ നിന്നുമുള്ള കുട്ടികളെയാണ് കമ്പ്യൂട്ടർ ബേസ്ഡ് ടെസ്റ്റിന് വേണ്ടി ഡൽഹിയിലേക്ക് ക്ഷണിക്കുന്നത്. ഡൽഹിയിൽ മാത്രമാണ് സെന്റർ ഉള്ളത്. ഡൽഹിയിൽ വെച്ചാണ് കമ്പ്യൂട്ടർ ബേസ്ഡ് ടെസ്റ്റ്, മെഡിക്കൽ, ഇന്റർവ്യൂ എന്നിവയെല്ലാം നടക്കുന്നത്. കമ്പ്യൂട്ടർ ബേസ്ഡ് ടെസ്റ്റിൽ 40 ചോദ്യങ്ങളാണ് ഉള്ളത്. ഒരു ചോദ്യത്തിന് 2 മാർക്ക്, 0.5 നെഗറ്റീവ് മാർക്കിംഗ് ഉണ്ട്. ടോട്ടൽ 220 സീറ്റാണ് BSc നഴ്സിംഗിന് ഉള്ളത്. 6 കോളേജുകളിലായിട്ടാണ് 220 സീറ്റ്. അപ്ലൈ ചെയ്യുന്ന കുട്ടികളുടെ നീറ്റ് സ്കോറിന്റെ അടിസ്ഥാനത്തിൽ ഉയർന്ന റാങ്കുള്ള കുട്ടികളുടെ ഷോർട്ട് ലിസ്റ്റ് തയ്യാറാക്കും. അതിൽ നിന്നുമാണ് കമ്പ്യൂട്ടർ ബേസ്ഡ് ടെസ്റ്റിന് വേണ്ടി ഡൽഹിയിലേക്ക് ക്ഷണിക്കുന്നത്. +2 അഡീഷണൽ സബ്ജക്റ്റ്, NIOS എന്നിവ പഠിച്ചവർക്ക് അപ്ലൈ ചെയ്യാൻ സാധിക്കില്ല. അതുപോലെ കമ്പാർട്ട്മെന്റ് സ്റ്റുഡന്റ് ആകാനും പാടില്ല. റെഗുലർ സ്റ്റുഡന്റ് ആയിരിക്കണം. ഫസ്റ്റ് ടൈമിൽ തന്നെ +2 പാസ് ആയിരിക്കുകയും വേണം. ജനറൽ, EWS വിഭാഗത്തിൽ 380 മാർക്ക് മുതൽ ഉള്ളവരും SC/ST OBC വിഭാഗത്തിൽ 300 മാർക്ക് മുതൽ ഉള്ളവരും മിലിറ്ററി നഴ്സിംഗിന് അപ്ലൈ ചെയ്യണം. നീറ്റ് സ്കോറിന്റെ അടിസ്ഥാനത്തിൽ മാത്രമല്ല അഡ്മിഷൻ ലഭിക്കുന്നത്. ഫസ്റ്റ് സ്റ്റെപ്പ് നീറ്റ് സ്കോറിന്റെ അടിസ്ഥാനത്തിൽ കമ്പ്യൂട്ടർ ബേസ്ഡ് ടെസ്റ്റിന് വേണ്ടിയുള്ള കുട്ടികളുടെ സെലക്ഷൻ ആണ്. കമ്പ്യൂട്ടർ ബേസ്ഡ് ടെസ്റ്റിന്റെ മാർക്കിന്റെ അടിസ്ഥാനത്തിലാണ് ഇന്റർവ്യൂവിനുള്ള കുട്ടികളെ സെലക്ട് ചെയ്യുന്നത്. അതിൽ നിന്നുമാണ് മെഡിക്കലിന് വേണ്ടി കുട്ടികളെ സെലക്ട് ചെയ്യുന്നത്. മെഡിക്കലിലും ഫിറ്റാകുന്ന കുട്ടികളുടെ നീറ്റ് സ്കോർ, കമ്പ്യൂട്ടർ ബേസ്ഡ് ടെസ്റ്റിന്റെ സ്കോർ, ഇന്റർവ്യൂ എന്നിവയുടെയെല്ലാം ടോട്ടൽ മാർക്കിന്റെ അടിസ്ഥാനത്തിൽ ആണ് സെലക്ഷൻ. നീറ്റ് സ്കോർ കുറഞ്ഞിരുന്നാലും നിങ്ങൾക്ക് കമ്പ്യൂട്ടർ ബേസ്ഡ് ടെസ്റ്റിനുള്ള ക്ഷണം ലഭിച്ചാൽ തുടർന്ന് നടക്കുന്ന CBT എക്സാം, മെഡിക്കൽ, ഇന്റർവ്യൂ എന്നിവയിലെല്ലാം നല്ല സ്കോർ കരസ്ഥമാക്കാൻ സാധിച്ചാൽ അഡ്മിഷൻ ലഭിക്കും. മിലിറ്ററിയിൽ നഴ്സിംഗ് പഠനത്തിന് അഡ്മിഷൻ ലഭിച്ചാൽ ലഭിക്കുന്ന ആനുകൂല്യങ്ങളെക്കുറിച്ചുള്ള വീഡിയോ നമ്മുടെ ചാനലിൽ ചെയ്തിട്ടുണ്ട്. അഡ്മിഷൻ ലഭിച്ചു കഴിഞ്ഞാൽ 4 വർഷത്തെ പഠനം, ഭക്ഷണം, താമസം എന്നിവയെല്ലാം സൗജന്യമാണ്. 4 വർഷത്തെ പഠനത്തിന് ശേഷം ജോലിയും ലഭിക്കുന്നതാണ്. വളരെ ഉയർന്ന പദവിയിൽ മിലിറ്ററിയിൽ സേവനം ചെയ്യുവാൻ സാധിക്കും. മിലിറ്ററിയിൽ സേവനം അനുഷ്ഠിക്കുവാൻ താല്പര്യമുള്ള പെൺകുട്ടികൾ അപ്ലൈ ചെയ്യണം. മിലിറ്ററി നഴ്സിംഗ് പഠനം താല്പര്യമുള്ള കുട്ടികൾ നിങ്ങളുടെ നീറ്റ് സ്കോറിന്റെ അടിസ്ഥാനത്തിൽ അഡ്മിഷൻ ലഭിക്കാനുള്ള സാധ്യതകൾ മനസ്സിലാക്കിയതിനു ശേഷം അപ്ലൈ ചെയ്യണം. അപ്ലൈ ചെയ്യുമ്പോൾ തെറ്റുകളൊന്നും വരാതെ കറക്റ്റായിട്ട് എല്ലാ കാര്യങ്ങളും ഫില്ല് ചെയ്യുകയും അപ്ലോഡ് ചെയ്യുകയും ചെയ്യണം. തെറ്റുകൾ വന്നാൽ അത് കറക്റ്റ് ചെയ്യുന്നതിന് വേണ്ടി കറക്ഷൻ വിൻഡോ ഉണ്ടായിരിക്കുന്നതല്ല. അതുകൊണ്ട് വളരെ ശ്രദ്ധിച്ച് വേണം ആപ്ലിക്കേഷൻ ഫില്ല് ചെയ്യുവാൻ. ആപ്ലിക്കേഷൻ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ നമ്മുടെ ചാനലിലൂടെ നിങ്ങളെ അറിയിക്കുന്നതാണ്. വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. അടുത്ത ഒരു വീഡിയോ ആയിട്ട് വരുന്നതുവരെ ബൈ.